ഹായ് എല്ലാവർക്കും സ്വാഗതം. ഒരു പ്രോഡക്റ്റ് വെറും ഒരു ഐഡിയയിൽ നിന്ന് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ മാർക്കറ്റിംഗ് മിക്സിലെ വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. പ്രൈസ്, പ്ലേസ്, പിന്നെ പ്രൊമോഷൻ. ശരി, അപ്പോൾ നമുക്കിതിലേക്ക് ആഴത്തിൽ തന്നെ ഒന്ന് ഇറങ്ങി നോക്കിയാലോ? അതെ, ഇതാണ് ചോദ്യം. എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റ് ഫാക്ടറിയിൽ നിന്ന് അതിന് കറക്റ്റ് വിലയുമായി നമ്മളൊക്കെ കേട്ടറിഞ്ഞൊരു കഥയുമായി നമ്മുടെ കൈകളിലെത്തുന്നത്? ഈയൊരു ചോദ്യത്തിന്റെ ഉത്തരത്തിലാണ് ഒരു ബിസിനസിന്റെ വിജയം തന്നെ ഇരിക്കുന്നത്. ഈ തന്ത്രങ്ങളെല്ലാമാണ് നമ്മൾ മാർക്കറ്റിംഗ് മിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോ നമ്മുടെ ഈ ചർച്ചയെ നമ്മൾ 4 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആദ്യം ഒരു പ്രൊഡക്റ്റിന് ശരിയായ വില, അതായത് പ്രൈസ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. പിന്നെ ആ പ്രോഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തുന്ന വഴികളെക്കുറിച്ച്, അതായത് പ്ലേസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷനെക്കുറിച്ച് സംസാരിക്കും. അതിനുശേഷം ഈ വിവരങ്ങളൊക്കെ എങ്ങനെ എല്ലാവരിലേക്കും എത്തിക്കുന്നു, അഥവാ പ്രൊമോഷനെക്കുറിച്ച് ചർച്ച ചെയ്യും. അവസാനം ഇതെല്ലാം കൂടി എങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു എന്നും നോക്കാം. ശരി, അപ്പം നമുക്ക് ആദ്യത്തെ ഭാഗം തുടങ്ങാം. സെറ്റിംഗ് ദ റൈറ്റ് പ്രൈസ്. ഒരു പ്രോഡക്റ്റിന്റെ വിജയത്തിന്റെയും പരാജയത്തിന്റെയും താക്കോലെന്ന് പറയുന്നത് പലപ്പോഴും അതിന്റെ വില തന്നെയാണ്. ഈ വിലനിർണ്ണയം അഥവാ പ്രൈസിംഗ് എന്ന് പറയുന്നത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നോക്കൂ. ഒരു ബിസിനസ്സിന് എത്ര വരുമാനം കിട്ടുന്നു, എത്ര ലാഭമുണ്ടാകുന്നു എന്നൊക്കെ തീരുമാനിക്കുന്നത് അതിൻ്റെ പ്രൈസിംഗ് ആണ്. അതുമാത്രമല്ല, ഒരു പ്രോഡക്റ്റിന് എത്ര ഡിമാൻഡ് ഉണ്ടാകുമെന്നും മാർക്കറ്റിൽ അതിന് എന്ത് സ്ഥാനം കിട്ടുമെന്നും വരെ ഇത് തീരുമാനിക്കും. സോ ഇതൊരു നിസ്സാര കാര്യമല്ല. അപ്പോൾ ഒരു കമ്പനി ഒരു പ്രോഡക്റ്റിന് വിലയിടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാകും ശ്രദ്ധിക്കുന്നത്? 1. ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാനെടുക്കുന്ന ചെലവ്, അതായത് പ്രോഡക്റ്റ് കോസ്റ്റ്. പിന്നെ കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡ്, മാർക്കറ്റിലെ കോമ്പറ്റീഷൻ, ഗവൺമെന്റ് നിയമങ്ങൾ, ആ കമ്പനിയുടെ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്നത്, പിന്നെ ആ പ്രോഡക്റ്റ് അതിന്റെ ലൈഫ് സൈക്കിളിന്റെ ഏത് സ്റ്റേജിലാണെന്നതും വിലയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ശരി, അപ്പോൾ ഈ ഘടകങ്ങളൊക്കെ വെച്ചിട്ട് ഏറ്റവും പെർഫെക്റ്റായ ഒരു വില കണ്ടുപിടിക്കാൻ കമ്പനികൾ സാധാരണയായി എന്തൊക്കെ തന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്? നമുക്ക് ചില പ്രധാനപ്പെട്ട പ്രൈസിംഗ് സ്ട്രാറ്റജീസ് നോക്കാം. നേരെ വിപരീതമായ 2 പ്രധാനപ്പെട്ട പ്രൈസിംഗ് സ്ട്രാറ്റജീസാണ് പെനട്രേഷൻ പ്രൈസിംഗും സ്കിമ്മിംഗ് പ്രൈസിംഗും. പുതിയൊരു മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് കൂടുതൽ കസ്റ്റമേഴ്സിനെ പിടിക്കാൻ വേണ്ടി തുടക്കത്തിൽ വില വളരെ കുറച്ചിടുന്നതിനെയാണ് പെനട്രേഷൻ പ്രൈസിംഗ് എന്ന് പറയുന്നത്. എന്നാൽ സ്കിമ്മിംഗ് പ്രൈസിംഗ് നേരെ തിരിച്ചാണ്. പുതിയൊരു പ്രോഡക്റ്റ് വരുമ്പോൾ തുടക്കത്തിൽ ഏറ്റവും കൂടിയ വിലയിടും, എന്നിട്ട് പതിയെ പതിയെ വില കുറച്ചുകൊണ്ടുവരും. പുതിയ ഐഫോണൊക്കെ ലോഞ്ച് ചെയ്യുന്നത് ഓർത്തു നോക്കൂ. ഈയൊരു നമ്പർ 999 രൂപ എവിടെയൊക്കെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലേ? എന്തുകൊണ്ടാണ് മിക്ക കമ്പനികളും 1000 രൂപ എന്നിടുന്നതിന് പകരം 999 രൂപ എന്ന് വിലയിടുന്നത്? ഇതിനെയാണ് നമ്മൾ സൈക്കോളജിക്കൽ പ്രൈസിംഗ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിലുള്ളതിനേക്കാൾ വില വളരെ കുറവാണെന്ന് നമ്മുടെ മനസ്സിനെ തോന്നിപ്പിക്കാനുള്ളൊരു സൂത്രമാണിത്. ആ ഒരൊറ്റ രൂപയുടെ വ്യത്യാസം പോലും നമ്മുടെ ചിന്തയെ സ്വാധീനിക്കാൻ പറ്റും, അല്ലേ? ഇത് മാത്രമല്ല, വേറെയും പ്രധാനപ്പെട്ട ചില തന്ത്രങ്ങളുണ്ട്. കോസ്റ്റ് ബേസ്ഡ് പ്രൈസിംഗിൽ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ എത്ര ചെലവായോ അതിന്റെ കൂടെ ഒരു ലാഭവും ചേർത്താണ് വിലയിടുന്നത്. വാല്യൂ ബേസ്ഡ് പ്രൈസിംഗിലാണെങ്കിൽ കസ്റ്റമർ ആ പ്രോഡക്റ്റിന് എന്തു മൂല്യം കൽപ്പിക്കുന്നുവോ അതാണ് വിലയുടെ അടിസ്ഥാനം. കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിംഗിൽ നമ്മുടെ എതിരാളികളുടെ വില നോക്കി നമ്മളും വിലയിടുന്നു. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഡിസ്കൗണ്ടുകൾ നൽകുന്ന ഡിസ്കൗണ്ട് പ്രൈസിംഗും ഒരു പ്രധാന തന്ത്രമാണ്. ഓക്കെ, അപ്പം നമ്മൾ വിലയെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. 2ാം ഭാഗം, ദ പാത്ത് ടു ദ കസ്റ്റമർ, അതായത് പ്ലേസ് അഥവാ ഡിസ്ട്രിബ്യൂഷൻ. ഒരു പ്രോഡക്റ്റ് എങ്ങനെ കസ്റ്റമറുടെ കൈകളിൽ എത്തുന്നു എന്ന് നോക്കാം. എന്താണ് ഈ ഡിസ്ട്രിബ്യൂഷൻ? സിമ്പിളായി പറഞ്ഞാൽ, സാധനങ്ങൾ ഉണ്ടാക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങുന്ന നമ്മുടെ കയ്യിലേക്ക് സാധനങ്ങളും സേവനങ്ങളും എത്തിക്കുന്ന പ്രോസസ്സാണിത്. ശരിയായ പ്രോഡക്റ്റ് ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് കിട്ടുക എന്നത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും സാധാരണയായി നമ്മൾ കാണുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനലാണ് ഇൻഡയറക്റ്റ് ചാനൽ. ഇവിടെ പ്രൊഡക്റ്റ് നേരിട്ട് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നില്ല. അതാദ്യം നിർമ്മാതാവിൽ നിന്ന് ഹോൾസെയിലറിലേക്ക് പോകുന്നു, അവിടുന്ന് റീറ്റെയിലറിലേക്ക്, എന്നിട്ടാണത് ഉപഭോക്താവായ നമ്മളിലേക്ക് എത്തുന്നത്. ഇതിലെ ഓരോ കണ്ണിക്കും അതിൻ്റേതായ ഒരു റോളുണ്ട്. അപ്പോൾ എന്താണ് ഈ ഹോൾസെയിലിങ്ങും റീറ്റെയിലിങ്ങും തമ്മിലുള്ള വ്യത്യാസം? ഹോൾസെയിലിംഗ് എന്ന് പറഞ്ഞാൽ വലിയ അളവിൽ പ്രൊഡക്ട്സ് വാങ്ങിയിട്ട് അത് റീറ്റെയിലർമാർക്ക് മറിച്ചു വിൽക്കുന്നതിനെയാണ് പറയുന്നത്. അതേസമയം റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ട്സ് നേരിട്ട് നമ്മളെപ്പോലുള്ള ഉപഭോക്താക്കൾക്ക് വിൽക്കുന്നതാണ്. നമ്മുടെ വീടിനടുത്തുള്ള സൂപ്പർമാർക്കറ്റ് ഒരു റീറ്റെയിലർക്ക് നല്ലൊരു ഉദാഹരണമാണ്. ഒരു കമ്പനി ഏത് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ തിരഞ്ഞെടുക്കണമെന്ന് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അതിനവർ കുറേ കാര്യങ്ങൾ നോക്കും. ഉദാഹരണത്തിന്, ആ പ്രോഡക്റ്റ് പെട്ടെന്ന് കേടുവരുന്നതാണോ, പച്ചക്കറി പോലെയോ മറ്റോ? മാർക്കറ്റ് എത്ര വലുതാണ്? വിതരണം ചെയ്യാൻ എത്ര ചെലവ് വരും? കമ്പനിയുടെ കയ്യിൽ എത്ര പണമുണ്ട്?
പിന്നെ ഏറ്റവും പ്രധാനമായി കസ്റ്റമേഴ്സിന് ഓൺലൈനായി വാങ്ങാനാണോ അതോ കടയിൽ പോയി വാങ്ങാനാണോ ഇഷ്ടം എന്നൊക്കെ നോക്കിയാണ് ഒരു തീരുമാനമെടുക്കുന്നത്. ശരി, അപ്പൊ നമ്മൾ വിലയെക്കുറിച്ച് നോക്കി, അതെങ്ങനെ നമ്മുടെ കയ്യിലെത്തുമെന്ന് നോക്കി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ പ്രോഡക്റ്റിനെക്കുറിച്ച് നമ്മൾ എങ്ങനെ അറിയുന്നു? അതാണ് മൂന്നാമത്തെ ഭാഗം, പ്രൊമോഷൻ. അപ്പോ ഈ പ്രൊമോഷന് വേണ്ടി കമ്പനികൾ പലതരം ടൂൾസ് ഉപയോഗിക്കും. ഉപഭോക്താക്കളുമായി സംസാരിക്കാനും പ്രോഡക്റ്റിന്റെ മൂല്യം അവരിലേക്ക് എത്തിക്കാനും അവരുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കാനുമൊക്കെ ഒരു കമ്പനി ഉപയോഗിക്കുന്ന ഈ ടൂൾസിന്റെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ പ്രൊമോഷൻ മിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ടൂളുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഇതിലെ ആദ്യത്തെ ടൂൾ നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ ഒന്നാണ് അഡ്വർടൈസിംഗ്, അതായത് പരസ്യം. ടിവിയിലോ പത്രത്തിലോ ഓൺലൈനിലോ ഒക്കെ പണം കൊടുത്ത് ചെയ്യുന്ന ഒരുതരം പ്രചാരണമാണിത്. ഇതിന്റെ ഏറ്റവും വലിയ ഗുണമെന്താണെന്ന് വെച്ചാൽ ഒരേ സമയം ഒരുപാട് ആളുകളിലേക്ക് എത്താനിത് സഹായിക്കും. രണ്ടാമത്തെ ടൂളാണ് പേഴ്സണൽ സെല്ലിംഗ്. പേരുപോലെ തന്നെ ഇത് കുറച്ചുകൂടി പേഴ്സണലാണ്. അതായത് ഒരു സെയിൽസ്മാൻ നേരിട്ട് ഒരു കസ്റ്റമറുമായി സംസാരിച്ച് പ്രോഡക്റ്റ് വിൽക്കാൻ ശ്രമിക്കുന്നു. നമ്മളൊരു കാർ ഷോറൂമിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന അനുഭവം ഓർത്തു നോക്കൂ. ഇത് ആളുകളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കൂടുതൽ എഫക്റ്റീവാണ്. മൂന്നാമത്തേത് പബ്ലിക് റിലേഷൻസ് അഥവാ PR. ഒരു കമ്പനിയെക്കുറിച്ച് ആളുകൾക്കും മാധ്യമങ്ങൾക്കുമിടയിൽ നല്ലൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുക, അത് നിലനിർത്തുക, അതാണിതിന്റെ പ്രധാന ലക്ഷ്യം. പത്രസമ്മേളനങ്ങൾ, പരിപാടികൾ സ്പോൺസർ ചെയ്യുന്നത്, ഇതൊക്കെ PRന്റെ ഭാഗമാണ്. നാലാമത്തെ ടൂലാണ് സെയിൽസ് പ്രൊമോഷൻ. ഇത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നായിരിക്കും. കാരണം ഡിസ്കൗണ്ടുകൾ, കൂപ്പണുകൾ, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ പോലുള്ള ഓഫറുകൾ നൽകി പെട്ടെന്ന് വിൽപ്പന വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന രീതിയാണിത്. പെട്ടെന്നൊരു സെയിൽസ് ബൂസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇത് വളരെ സഹായകമാണ്. അപ്പോൾ നമ്മൾ പ്രൈസ് പ്ലേസ് പ്രൊമോഷൻ, ഈ മൂന്നാശയങ്ങളെക്കുറിച്ചും ഇപ്പോൾ വ്യക്തമായി മനസ്സിലാക്കിയല്ലോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുവെന്ന് നോക്കാം. ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വിജയിക്കണമെങ്കിൽ അതിലെ ഏറ്റവും നിർണായകമായ കാര്യം ഇതാണ്: വിലയും അത് കസ്റ്റമറിലേക്ക് എത്തുന്ന വഴിയും പിന്നെ അതിനെക്കുറിച്ചുള്ള പ്രചാരണവും. ഇതെല്ലാം ഒരേപോലെ ഒരുമിച്ച് ഒരു താളത്തിൽ പ്രവർത്തിക്കണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് പാളിപ്പോയാൽ ആ മുഴുവൻ സ്ട്രാറ്റജിയും പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ടൂൾസിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ കിട്ടിയല്ലോ. അപ്പോൾ ഒരു ചോദ്യം: അടുത്ത തവണ നിങ്ങൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ കടകളിലും ഉൽപ്പന്നങ്ങളിലും ഈ പറഞ്ഞ സ്ട്രാറ്റജികളിൽ ഏതൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടും? ഒന്ന് ചുറ്റും നിരീക്ഷിച്ച് നോക്കണേ. ശരിക്കും രസകരമായിരിക്കും.